ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു IPO വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇക്കോ ഇന്ത്യ മൊബിലിറ്റി. കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു IPO റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്, പ്രീമിയർ എനർജീസ്. അതിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് 27 ഓഗസ്റ്റ് മുതൽ 29 ഓഗസ്റ്റ് 2024 വരെയാണ് അതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് ഉള്ളത്. ആ ഒരു IPO റിവ്യൂവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. ഇത് 2830 കോടി രൂപയുടെ ഒരു IPO ആണ്. എന്താണ് ഈ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീമിയർ എനർജി എന്ന് പറഞ്ഞാൽ തെലങ്കാന ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് സോളാർ എനർജി പ്ലെയർ ആണ്. ഇവരുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ജിഗാവാട്ടാണ് സോളാർ സെല്ലിൻ്റെയും 4 ജിഗാവാട്ട് സോളാർ മൊഡ്യൂൾസും. ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. സോളാർ സെല്ലുകളും സോളാർ മൊഡ്യൂളുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. 2 ജിഗാവാട്ടാണ് സോളാർ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന കപ്പാസിറ്റി എങ്കിലും 1.5 ജിഗാവാട്ട്സ് മാത്രമാണ് ഇപ്പോഴത്തെ ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി. അതുപോലെ തന്നെ 4 ജിഗാവാട്ടാണ് സോളാർ മൊഡ്യൂളിൻ്റെ കപ്പാസിറ്റി എങ്കിൽ ഇപ്പോഴത്തെ ഓപ്പറേഷൻ കപ്പാസിറ്റി 2.5 ജിഗാവാട്ടാണ്. ഈ ടെക്നോളജിക്കൽ ഒബ്സോളസൻസ് കൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. തേയ്മാനവും മറ്റു ടെക്നോളജിക്കൽ ഡീഗ്രഡേഷൻ ഉള്ളത് കൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് എഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇത്രയാണ്. 1 ജിഗാവാട്ടിൻ്റെ മൊഡ്യൂൾ കപ്പാസിറ്റി ഈ പറയുന്ന ലാസ്റ്റ് മന്ത്, അതായത് ജൂൺ 30-നാണ് കമ്മീഷൻ ചെയ്തത്. അത് വളരെയേറെ ഒരു പ്രോമിസിംഗ് ആയിട്ടൊരു ബിസിനസ് തന്നെയാണ്. കാരണം ഇന്ത്യയിലെ നമ്പർ 2 സോളാർ സെൽ മാനുഫാക്ചറാണ് ഇവർ. കാരണം വളരെ അപൂർവം കമ്പനികൾ മാത്രമാണ് ഈ സോളാർ സെല്ലുകളും സോളാർ മൊഡ്യൂളുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിനകത്തുള്ളൂ, ആ ഒരു ഫീൽഡിലുള്ളൂ. 28% മാർക്കറ്റ് ഷെയറാണ് ഇവരുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി പ്രകാരം ഈ കമ്പനിക്കുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൽ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഇവരുടെ എടുത്തു പറയേണ്ടതാണ്. കാരണം ഇവരുടെയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റു പല സോളാർ കമ്പനികളെയും നോക്കുന്ന സമയത്ത് ആരും തന്നെ ഈ സോളാർ സെൽ മാനുഫാക്ചർ ചെയ്യുന്ന രീതിയിലേക്കില്ല. മിക്കവാറും ആൾക്കാർ സോളാർ മൊഡ്യൂളുകളുണ്ട് എന്നല്ലാതെ സോളാർ സെല്ലുകളിലേക്കില്ല. കാരണം ഇത് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ സോളാർ സെൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്, ആ വാല്യൂ ചെയിൻ്റെ അടിസ്ഥാനത്തിൽ. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ എനർജി എഫിഷ്യൻസി, ഹൈ കെപ്പെക്സ് ഇതൊക്കെ ആവശ്യമുള്ളൊരു മേഖല കൂടിയാണ്. പക്ഷേ ഈ കമ്പനിക്ക് ആ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ IPOയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. 2830 കോടി രൂപയുടെ IPO ആണിത്. 1291 കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ്. പുതിയ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് ഈ പണം ഉപയോഗിക്കാൻ പോകുന്നതാണ് അവർ പറയുന്നത്. മറ്റൊന്ന് 1539 കോടി രൂപ ഓഫർ ഫോർ സെയിലാണ്. അതിലൊന്ന് 21% സ്റ്റേക്കുള്ള GEF ക്യാപിറ്റൽ എന്ന് പറയുന്ന പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേം അവരുടെ സ്റ്റേക്ക് 14% കുറക്കുകയാണ്. അതുപോലെ തന്നെ പ്രൊമോട്ടർ ഇപ്പോൾ 72% ഉള്ളത് അവർ 66% കുറക്കുന്നു. അങ്ങനെയാണ് 1539 കോടി രൂപയുടെ IPO വരുന്നത്. അപ്പോൾ 20,284 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഈ കമ്പനിക്കുള്ളത്. 14% ഡൈല്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 27 മുതൽ 29 ഓഗസ്റ്റ് 2024 വരെ ഓപ്പണിംഗ് ഡേറ്റ്. ലിസ്റ്റിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 3 സെപ്റ്റംബറിനാണ്. ഇനി ഇതിൻ്റെ അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. എന്താണ് ഇതിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസും അടുത്ത ഭാവിയിലുള്ള പ്ലാനുകളും നമുക്ക് നോക്കാം. ഇവരുടെ വരുന്ന കപ്പാസിറ്റി എക്സ്പാൻഷൻ നോക്കുന്ന സമയത്ത്, അടുത്ത ഒരു 2 കൊല്ലത്തേക്ക് നോക്കുന്ന സമയത്ത് വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നി. കാരണം ഇപ്പോഴത്തെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഏകദേശം 80%. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത കപ്പാസിറ്റിയുടെ 80%-ലധികം കമ്പനി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത ഒരു 2 വർഷത്തേക്ക് വളരെ മാസീവായിട്ടുള്ള ഒരു കാപ്പെക്സും ഗ്രോത്ത് ഔട്ട്ലുക്കുമാണ് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2027 ഇപ്പോൾ ഉള്ള 2 ജിഗാവാട്ട് എന്ന് പറയുന്ന സോളാർ സെൽ കപ്പാസിറ്റി 7 ജിഗാവാട്ടായിട്ട് ഉയർത്താൻ പ്ലാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ സോളാർ സെൽ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഇപ്പോൾ 4 ജിഗാവാട്ടിൻ്റെതാണ്. അത് 8 ജിഗാവാട്ടായിട്ട് ഉൾക്കൊള്ളാം, മീൻസ് അത് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു. അതായത് ഡബിൾ ആക്കാനുള്ള പരിപാടികളാണ് മിക്കവാറും നടന്നുകൊണ്ടിരിക്കുന്ന അർത്ഥം. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ജിഗാവാട്ട് ബ്രൗൺ ഫീൽഡ് കപ്പാസിറ്റി, അതായത് ഓൾറെഡി ഉള്ള മറ്റു ഫേമുകളെ അക്വയർ ചെയ്തുകൊണ്ടാണ് 1 ജിഗാവാട്ട് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് 2025 കമ്മീഷൻ ചെയ്യുമെന്നും പറയുന്നു. അത് ഇറിഡയിൽ നിന്നുള്ള ലോൺ എടുത്തുകൊണ്ടാണ് ഈ പരിപാടി നടത്താൻ പോകുന്നത്. മറ്റൊന്ന് 3358 കോടി രൂപയുടെ കെപ്പെക്സ് കമ്പനി പ്ലാൻ ചെയ്യുന്നത് ഗ്രീൻഫീൽഡ് എക്സ്പാൻഷനാണ്. പുതിയ പദ്ധതികൾ ഏറ്റെടുത്ത് അവിടെ നടത്താൻ പോകുന്നതാണ് 3358 കോടി രൂപയുടെ കെപ്പെക്സ്. 4 ജിഗാവാട്ട് ടോപ്കോൺ സെൽ, അതുപോലെ തന്നെ അത് 4 ജിഗാവാട്ട് ടോപ്കോൺ മൊഡ്യൂൾ മാനുഫാക്ചറിങ് പ്ലാന്റാണ് തെലങ്കാനയിൽ തന്നെ പ്ലാൻ ചെയ്യുന്നത്. ഇതും 969 കോടി രൂപ ഈ പറയുന്ന IPO ഇഷ്യൂവിൽ നിന്ന് വരുന്ന ഫ്രഷ് ഇഷ്യൂ വഴിയാണ് അത് ഫണ്ട് ചെയ്യാൻ പോകുന്നത്. 2225 കോടി രൂപ 9.5% ലോൺ ഇറിഡയിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ബാലൻസ് ഉള്ള പണം അവർ കമ്പനിയിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യും. കമ്പനിയുടെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ തന്നെ ജനറേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല 2026 ടെക്നോളജി അഗ്നോസ്റ്റിക് മൊഡ്യൂൾ ഫെസിലിറ്റി 2026 കമ്മീഷൻ ചെയ്യുമെന്ന് പറയുന്നു.
അത് 3.5 ഇരട്ടി 3.5x ആണ് ഇതിൻ്റെ ഫിക്സ്ഡ് ടേൺ ഓവർ, ഫിക്സ്ഡ് അസറ്റ്സ് ടേൺ ഓവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കപ്പാസിറ്റി വർദ്ധിക്കുന്നതോടുകൂടി 11,500 കോടി രൂപയുടെ എക്സ്ട്രാ റവന്യൂ ആണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. അതും 2027 തൊട്ട് അങ്ങോട്ട് 11,500 കോടി രൂപയുടെ എക്സ്ട്രാ റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുമെന്നും കമ്പനി പറയുന്നു. ഇതിനൊക്കെ പുറമെ ഈ ഒരു ഡൊമസ്റ്റിക് കപ്പാസിറ്റിക്ക് പുറമെ പ്രീമിയർ എനർജി എന്ത് ചെയ്യുന്നു, സോളാർ വേഫർ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്നു. അതായത് ഇവർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽ കൂടി ഇവർ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ നടത്തിയിട്ട് മുന്നേറാനും പോകുന്നുണ്ട്. ഒരു സെൽ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് USA ഹെലിൻസ USA എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചർ പ്ലാൻ ചെയ്യുന്നു. അവർ ടോപ്കോൺ സെൽസ് മാനുഫാക്ചർ ചെയ്യുന്നതിൽ പ്രാമുഖ്യമുള്ളവരാണ്. അവർക്ക് US മാർക്കറ്റിൽ ഏകദേശം 40 ജിഗാവാട്ട് കപ്പാസിറ്റിയുള്ള സെൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ അവരുടെ പക്ഷേ സെൽ കപ്പാസിറ്റി അവർക്ക് 6 ജിഗാവാട്ടിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്ത് പ്ലാൻ ചെയ്യാനുള്ള ആ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയെ കൂടുതൽ സഹായിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനി ഈ രംഗത്ത് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി ഒബ്സൊലസൻസ് തന്നെയാണ്. കാരണം ഇവരുടെ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്തതനുസരിച്ച് പുതിയ രംഗത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ സോളാർ എനർജിയിൽ വരുന്ന അപ്ഗ്രഡേഷൻ, സോളാർ എനർജി രംഗത്ത് വരുന്ന വളരെയേറെ അപ്ഗ്രഡേഷൻ. കാരണം ഇവർ 385 വാട്ടിൻ്റെ ട്രാൻസ്മിഷൻ ഒരു പോളി ക്രിസ്റ്റലിൻ ടെക്നോളജിയിൽ നിന്നും അവർ പിന്നെ മോണോ ക്രിസ്റ്റലിൻ പെർക്ക് ടെക്നോളജി ആയിട്ട് മാറി. ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത് ഹയർ കപ്പാസിറ്റി, ടണൽ ഓക്സൈഡ് പെർസീവ് കോൺട്രാക്ട്, ടോപ്കോൺ. ഇതൊക്കെ ടെക്നിക്കൽ ടേമാണ്, നമുക്ക് എത്രമാത്രം മനസ്സിലാവുന്നറിയില്ല. അതായത് ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ടെക്നോളജി ഇവർ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അടുത്ത ടെക്നോളജി വരുന്നു ഈ രംഗത്ത്, അതിന് വീണ്ടും കാശ് ചിലവാക്കേണ്ടി വരുന്നു. അതാണ് ഈ ഒരു രംഗത്ത് ഇവർക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ചിലവാകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ഇൻവോൾവ് ആകുന്ന ഒരു രംഗം ഇതാണ്. കാരണം ഇതൊരു രംഗം, ഈ ഒരു സോളാർ എനർജി, റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഇവോൾവിങ് സ്റ്റേജിലാണ്. അപ്പോൾ അവിടെ കൂടുതൽ ടെക്നോളജി അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട് കമ്പനിക്ക് ചിലവാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ റിസ്ക് ആയിട്ട് ഇവർക്ക് കാണുന്നത്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽസിലേക്ക് പോകാം. ഇതിൻ്റെ കപ്പാസിറ്റി എഡീഷനൊക്കെ കഴിഞ്ഞ 1-2 വർഷമായിട്ട് കപ്പാസിറ്റി എഡീഷനൊക്കെ കഴിഞ്ഞ സമയത്ത് Q1 FY25 റവന്യൂ 171% വർധനമാണ് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നത്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോഴും സെയിൽസിൽ 47% വർധനമുണ്ട്. 1,657 കോടി രൂപയുടെ സെയിൽസാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ കമ്പനി രേഖപ്പെടുത്തിയത്. ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ 383% വർധനമാണ് വർഷാവർഷം നോക്കുന്ന സമയത്ത്. 89% ഇബിറ്റ വർധനവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലുണ്ട്. അതായത് 370 കോടി രൂപയുടെ ഇബിറ്റ, അതായത് 22% ഇബിറ്റ മാർജിൻ. ഇനി ഈ വർഷത്തെ Q1 പാറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ 198 കോടി രൂപയാണ്. അതായത് 1,657 കോടി രൂപയുടെ സെയിൽസ് ഉണ്ടായ സമയത്ത് 198 കോടി രൂപ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എല്ലാം കഴിഞ്ഞ് കമ്പനിക്ക് കിട്ടുമെന്നർത്ഥം. അതായത് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 31 കോടി രൂപ പാറ്റ് ഉണ്ടായ സ്ഥാനത്താണ് ഇപ്പോൾ 198 കോടി രൂപ പാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ പ്രോഫിറ്റിൻ്റെ വർധനവ് മനസ്സിലാവും. അപ്പോൾ നെറ്റ് മാർജിൻ എന്ന് പറയുന്നത് 12%. അപ്പോൾ ഒരു സ്മോൾ ഇക്വിറ്റി ബേസ് മാത്രമാണ് ഇപ്പോൾ ഈ കമ്പനിക്കുള്ളത്. 42 കോടി രൂപയുടെ ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. 1 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ ഇപ്പോൾ നിലവിൽ. Q1 FY25 Q1 EPS ആയിട്ട് കമ്പനി എക്സ്പെക്ട് 4 രൂപ 70 പൈസയാണ്. അപ്പം നെറ്റ് ഇക്വിറ്റി ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കഴിഞ്ഞ ജൂൺ വരെ നോക്കുന്ന സമയത്ത് 0.6:1 ആണ്. അതായത് 1 രൂപ ഓണേഴ്സ് ഇടുന്ന സമയത്ത് 60 പൈസ ഡെറ്റ് ആയിട്ടുണ്ടെന്നർത്ഥം. അപ്പം ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ BBB+ ആണ്. അത് 1:1 ആയിട്ട് ഇപ്പോൾ ഉയരും ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. കാരണം കാപ്പെക്സിന് വേണ്ടിയിട്ട് അവർ വീണ്ടും ലോൺ എടുക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ 1:1, 1 രൂപ ഇക്വിറ്റി 1 രൂപ കടവ് എന്ന രീതിയിലാണ് ഇനി കമ്പനി പോകാൻ പോകുന്നത്. കപ്പാസിറ്റി ഏകദേശം അടുത്ത 24 മാസത്തിനുള്ളിൽ പക്ഷേ ഡബിൾ ആവുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതൊരു സ്ട്രോങ് ആണ്. ഈ ഒരു സെക്ടർ വരുന്ന രീതിയിൽ വളരെയധികം ഡിമാൻഡുള്ള രീതി എന്ന രീതിയിൽ ഈ ഇവിടെ കപ്പാസിറ്റി ഡബിൾ ആവുന്നു. അപ്പോൾ പ്രോഫിറ്റ് ടേക്കിംഗ് കപ്പാസിറ്റി കൂടി ഡബിൾ ആവാനുള്ള സാധ്യതകളാണ് കമ്പനി കാണുന്നത്. അപ്പോൾ ഡെപ്റ്റ് വർദ്ധിച്ചു വരുന്നത് മീറ്റ് ചെയ്യാനുള്ള സോഴ്സ് ഈ കമ്പനിക്ക് ഡെറ്റ് മീൻസ് പ്രോഫിറ്റിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ഇനി ഇതിൻ്റെ വാല്യുവേഷൻ നോക്കാം. Q1 FY25 പ്രോഫിറ്റ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു EPS 2025 സാമ്പത്തിക വർഷത്തിലെ ഒരു EPS 19 രൂപ വരാനാണ് സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ അത് പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 23.7x 23.7 PE ഇപ്പോൾ പ്രൈസ് ചെയ്തിരിക്കുന്നത്. ഇത് അട്രാക്റ്റീവാണ്. കാരണം ഈ ഒരു ചെറിയ രംഗത്തുള്ള 2 കമ്പനികളെ മാത്രം നമുക്ക് എടുക്കാം. വെബ്സോൾ ടെക്നോളജി എടുക്കാം, വെബ്സോൾ എനർജി എടുക്കാം. വെബ്സോൾ എനർജിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 3,800 കോടി രൂപയാണ്. Q1 അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ പാറ്റ് രേഖപ്പെടുത്തിയത് 20 കോടി രൂപയാണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 1.7:1 ആണ്. ഇപ്പോൾ ഇവർ 1:1 വരാൻ പോകുന്നേ ഉള്ളൂ.
അവിടെ വെബ്സോൾ എനർജിയുടേത് ₹1.70 ഡെറ്റും ₹1 ഇക്വിറ്റി ആയിട്ടാണ് കമ്പനി നടന്നു പോകുന്നത്. അവരുടെ പി വരുന്നത് 40x 40x വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കമ്പനി EPC പ്ലെയർ ഉള്ളത് വാരി റിന്യൂവൽസ് ആണ്. വാരി റിന്യൂവൽസ് ഏകദേശം 70x ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂഷൻ വൈസ് ഇത് വളരെ ചീപ്പായിട്ടാണ് പ്ലാൻ ചെയ്തത്. 23.7 23.7 ഇവരുടെ പി. ബാക്കി 2 പ്ലെയർ ഒന്ന് 70x ഒന്ന് 40x ഉള്ളത്. ഇനി കഴിഞ്ഞ 3 വർഷത്തെ ഇവരുടെ അടുത്ത് ഇപ്പോഴത്തെ 2 ആൾക്കാർ എക്സിറ്റ് ആവുന്നുണ്ടല്ലോ. അതായത് GF ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഇവർ സൗത്ത് ഏഷ്യ ഗ്രോത്ത് ഫണ്ട്, അവരൊക്കെ ഈ ഷെയർ പർച്ചേസ് ചെയ്തത് ₹20 സെപ്റ്റംബർ 2021 ₹20 പ്രകാരമാണ് ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സൊക്കെ പ്രൈസ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവർ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവരിപ്പോൾ വെറും 30% ഒരു ഷെയറിന് ₹450 വെച്ചിട്ടാണ് എക്സിറ്റ് ചെയ്തതായിട്ട് കാണുന്നത്. അതായത് 22 ഇരട്ടിക്ക് മുകളിലാണ് ഇവർ 3 വർഷം കൊണ്ട് റിട്ടേൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൾട്ടി ബാഗർ പ്രൊഡക്റ്റാണിത്, അല്ലെങ്കിൽ അത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു കമ്പനി, ഒരു സൺറൈസ് സെക്ടറിലുള്ളൊരു കമ്പനി, റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന ഹോട്ട് കേക്ക്, അങ്ങനെ പല അട്രാക്ഷൻ ഉണ്ട് ഈ കമ്പനിക്ക്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ എനർജി എന്ന് പറയുന്നത് ഒരു മാസീവ് ടെയിൽ വിൻഡാണ്. ഒരു മോസ്റ്റ് പ്രിഫേർഡ് പിക്കായിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് പ്രിഫേർഡ് സെക്ടറായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. എക്കണോമിക് പവർ ഉള്ള ഒരു സെക്ടർ കൂടിയാണിത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് പറയുന്നെങ്കിൽ കപ്പാസിറ്റി അഡീഷൻ വർദ്ധിക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ നമുക്കുള്ള കപ്പാസിറ്റി 82 ഗിഗാവാട്ട്സിൻ്റെയാണ്. അത് 198 ഗിഗാവാട്ട്സ് ആയിട്ട് മാറുക 2028 കൂടി എന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കമ്പനിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്വാളിറ്റി മിഡ് ക്യാപ് സ്റ്റോക്ക് എന്ന് പറയാം നമുക്ക്. ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആണ്. അപ്പോൾ ഒരു സൺറൈസ് ഇൻഡസ്ട്രിയിൽ ബിലോങ് ചെയ്യുന്നു. റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് ഒരു ഹോട്ട് കേക്കാണ് ഇപ്പോഴത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിട്ടുകളയേണ്ട ആവശ്യമില്ല. സബ്സ്ക്രൈബ് ചെയ്യാവുന്ന ഒരു IPO തന്നെയാണ്. പ്രത്യേകിച്ച് പ്രൈസിങ് മറ്റ് പിയേഴ്സിനെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ അട്രാക്റ്റീവ്ലി പ്രൈസ്ഡ് കൂടിയാണ്. അതുകൊണ്ട് നമുക്കൊരു ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല സെക്ടർ, നല്ല ഫണ്ടമെൻ്റൽസ്, നല്ല ഔട്ട്ലുക്കുള്ള കമ്പനി എന്ന നിലയിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ലിസ്റ്റിംഗ് ഗെയിനും എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലോങ് ടേമിനും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് പ്രീമിയർ എനർജിയെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ അഭിപ്രായമാണ്. തീർച്ചയായിട്ടും ലിസ്റ്റിംഗ് ഗെയിനും മറ്റൊന്നായിട്ട് ഞാനിതിനെ തട്ടിച്ചു പറയുന്നില്ല. പക്ഷേ കമ്പനിയുടെ ഡ്രാഫ്റ്റിംഗ് ഫയൽ ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലും മറ്റു കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷൻ എടുക്കുക. കൺസൾട്ടൻറ്റ് ചെയ്തതിന് ശേഷം, നിങ്ങൾ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം IPO ഡിസിഷൻസ് എടുക്കുക. ഓക്കെ, അപ്പം IPO കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഞങ്ങളുടെ സർവീസസിനും ഞങ്ങളുടെ പെയ്ഡ് സർവീസസുകൾക്കുമായിട്ട് ഞങ്ങളുടെ വാട്സപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് സ്വാഗതം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്